ചുമതലയുള്ള വളണ്ടിയർമാർ നിർബന്ധമായും പാർക്കിങ്ങിനായി അനുവദിക്കപ്പെട്ട ഏരിയയിൽ മാത്രം ബസ്സുകളും മറ്റും പാർക്ക് ചെയ്യിപ്പിക്കുക. ശ്രദ്ധിക്കുക, പാർക്കിങ്ങിന് ചുമതലപ്പെടുത്തിയ വോളണ്ടിയേഴ്സ് നിർബന്ധമായും പാർക്കിങ്ങിന് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യിപ്പിക്കുക. മതം സുരക്ഷയാണ്. മലപ്പുറം വെസ്റ്റ് ജില്ല മുജാഹിദ് ആദർശ പഠന ക്യാമ്പ് 2013 ഫെബ്രുവരി 10 ഞായറാഴ്ച 9 മണി മുതൽ 4 മണി വരെ എഡ്രിക്കോട് സലഫി നഗറിൽ വെച്ച് നടക്കുകയാണ്. ഹംസ മദീനി, ഷിഹാബ് എടക്കര, ഫൈസൽ പുതുപ്പറമ്പ്, സുഹൈർ ചുങ്കത്തറ, താജുദ്ദീൻ സൊലാഹി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുമ്പോൾ എല്ലാവരെയും അന്നേ ദിവസം സ്വാഗതം ചെയ്യുകയാണ്. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ മുജാഹിദ് സമ്മേളനം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വച്ച് ആരംഭിക്കുകയാണ്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാസിർ മദനി പകര, ഫൈസൽ മുസ്ലിയാർ, ഹുസൈൻ സലഫി തുടങ്ങിയ പണ്ഡിതന്മാർ അഭിസംബോധന ചെയ്യുന്നു. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുന്നു. പ്രസീഡിയം അലങ്കരിക്കുന്നത് കുഞ്ഞഹമ്മദ് മൗലവി താനാളൂർ, സിയൻ അബ്ദുസമദ് സുല്ലമി, സൂപ്പി ഹാജി ക്ലാരി, KC അയ്യൂബ് തിരൂരങ്ങാടി, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി തുടങ്ങിയവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുകയാണ്. ആമുഖ ഭാഷണം നടത്തുന്നത് യുവ പണ്ഡിതൻ യാസിർ മദനി പകരയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരള വിഷന്റെ ഒഫീഷ്യൽസ് നിർബന്ധമായി മൈക്ക് പോയിന്റിലെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم فوزا عظيما
أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനികളെ, ഈ സദസ്സിൽ നമ്മൾ നിശ്ചയിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് 2 പ്രഭാഷണങ്ങൾ നടക്കാനിരിക്കുകയാണ്. ആ പ്രഭാഷണങ്ങളിൽ നിന്ന് ആദർശത്തെ മനസ്സിലാക്കുവാനും വിഷയത്തെ പഠിക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഇതെത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും വളരെ പ്രതീക്ഷയോടുകൂടി ഈ സദസ്സിലെത്തിയിട്ടുള്ള, ഈ പരിപാടിയിലെത്തിയിട്ടുള്ള മുഴുവൻ സഹോദരീ സഹോദരന്മാരെ, നമ്മളോട് സംസാരിക്കുന്ന ഫൈസൽ മുസ്ലിയാർ, ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ അദ്ദേഹം നമ്മളോട് അഭിമുഖീകരിച്ച് സംസാരിക്കും. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സലഫി ആദർശ രംഗത്ത് ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസ ആചാര കർമ്മങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ, അതിൽ നിന്ന് മാറ്റമില്ലാതെ സമൂഹത്തെ നേരിന്റെ പാതയിലേക്ക് ക്ഷണിക്കുവാൻ സലഫികളുടെ കൂട്ടായ്മയുമായി സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഇന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നടക്കാനിരിക്കുന്ന ഈ പരിപാടി ഏകദേശം 1.5 വർഷം മുമ്പ് വിദേശത്തുള്ള നമ്മുടെ പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടുകൂടി നേരത്തെ ഡേറ്റ് വാങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ സമയത്തും സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ നടക്കാനിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആമുഖമായി സംസാരിക്കുമ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ദഅ്വാ രംഗത്ത് ഏത് പ്രതിസന്ധികളുണ്ടായാലും സച്ചരിതരായ സലഫിന്റെ മാർഗം എല്ലാ മേഖലകളിലും അവരുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പാതയിൽ മുന്നേറാൻ തയ്യാറാകുന്ന നമ്മൾ ആ ഒരു റൂട്ടിൽ തന്നെ ചലിക്കാൻ തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാം, അതിലെ ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തോട് പറഞ്ഞുകൊടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തിനു വേണ്ടി സംസാരിക്കുകയും അത് ഉൾക്കൊണ്ടവനായി ജീവിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെയുള്ള ഒരു യഥാർത്ഥ മുസ്ലിമാണ് ഞാനെന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ആയത്താണ് ആമുഖത്തിൽ ഓതിവച്ചിട്ടുള്ളത്.
അങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദ് എത്താത്ത സമൂഹത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ബാധ്യത ഏറ്റെടുത്ത നമ്മൾ എന്തെങ്കിലും കാരണങ്ങളാൽ അതിൽ നിന്ന് വിട്ടുമാറിപ്പോവുകയോ അതിൽ മന്ദഗതി വരികയോ നമുക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ആ മാർഗത്തിൽ മുൻഗാമികളുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സംഭവം മാത്രം എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആ സന്ദർഭത്തിൽ മസ്ജിദുൻ നബവിയിൽ വെച്ച്, മദീന പള്ളിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത തൗഹീദി ആദർശം അതെത്താത്ത ആളുകൾക്ക് നിങ്ങൾ മുഖേന ഒരാൾക്ക് ഹിദായത്തിന്റെ പ്രകാശം എത്തിച്ചു കൊടുത്താൽ, അങ്ങനെ അത് കേട്ടൊരാൾ നന്നായാൽ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ, ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും ഖൈറ് സ്വർഗം അത് നിങ്ങൾക്കുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാര ശേഷമുള്ള ഒരു ക്ലാസ്സിൽ സുഹാബത്തിനോട് സംസാരിക്കുമ്പോൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന കണ്ണ് കാണാത്ത അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, ആ സുഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെർമിഷൻ വാങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ചോദിക്കുന്ന കാര്യം എന്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അനുവാദം ചോദിക്കുന്നു പുറത്തു പോവാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുക്കുന്നു. അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. രാവിലെ അദ്ദേഹം പുറത്തേക്കിറങ്ങിയതിന് ശേഷം ഏകദേശം ളുഹർ നമസ്കാരത്തിന് സമയമാകുമ്പോ വയർത്ത് പ്രയാസപ്പെട്ട് എടങ്ങറായി ക്ഷീണിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്, മദീന പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇറങ്ങിപ്പോയ അബ്ദുല്ലാഹിബ്നു മക്തൂമിനെ കുറിച്ച് ഓർക്കുന്നു. അദ്ദേഹം ഇതാ ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നു നിൽക്കുന്നു. എന്തേ അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല അബ്ദുല്ല, എന്തിനാണ് നിങ്ങൾ പുറത്തേക്ക് പോയത്? എന്തേ ഇത്ര സമയം നിങ്ങൾ എടുത്തത്? ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു, എന്തായിരുന്നു പോയതിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ, രാവിലെ ഈ പഠന ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, ഒരാൾ മുഖേന അള്ളാഹുവിന്റെ ദീൻ, അതിലേറ്റവും പ്രധാനപ്പെട്ട തൗഹീദ്, അത് ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അയാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ, നിനക്ക് ഈ ദുനിയാവിലുള്ളതിനേക്കാളൊക്കെ ഖൈറായ സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നബിയെ, നിങ്ങൾ പറഞ്ഞുവല്ലോ, ആ പ്രതിഫലം ഏറ്റെടുക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് ആഗ്രഹം വന്നു. ഈ മദീന പള്ളിക്ക് ചുറ്റിലുമുള്ള ഏകദേശം 100-ൽ പരം വീടുകൾ മുശ്രിക്കുകളുടേതുണ്ട്, മുനാഫിക്കുകളുടേതുണ്ട്, ജൂതന്മാരുടേതുണ്ട്, കാഫിറുകളുടേതുണ്ട്. ആ വ്യത്യസ്ത വീടുകളിൽ കയറിയിറങ്ങി ഞാൻ ആ ആദർശം തുറന്നു പറഞ്ഞു, പ്രവാചകരെ, അതുകൊണ്ട് ആ പ്രതിഫലം ഞാൻ വാങ്ങി വന്നിരിക്കുകയാണ് പ്രവാചകരെ. ഈ സംഗതി അങ്ങ് പറയുമ്പോൾ മറ്റുള്ള സുഹാബികൾ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ, ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ മികവ് കാണിച്ച ആ കൂലി ഏറ്റുവാങ്ങിയ ഈ സുഹാബി, കണ്ണ് കാണാത്ത പാവപ്പെട്ട ഈ സുഹാബി അത് വാങ്ങിയല്ലോ. എല്ലാ ആരോഗ്യവുമുള്ള ഞങ്ങൾ, 2 കണ്ണിന് കാഴ്ചയുണ്ട്, കാലിന് ശേഷിയുണ്ട്, കൈക്ക് ശേഷിയുണ്ട്, പൂർണ്ണ ആരോഗ്യവാന്മാരായ ഞങ്ങൾ ഈ പള്ളിയിലിരിക്കെ അന്ധനായ ഈ സുഹാബി ആ പ്രതിഫലം വാങ്ങി വന്നല്ലോ എന്ന ദഅവാരംഗത്ത് മുന്നേറ്റത്തിൽ ആ വ്യക്തി വാങ്ങിയിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച് മറ്റേ സുഹാബികൾ അത്ഭുതപ്പെടുകയാണ്. അതല്ലാതെ ദഅവാരംഗത്തുള്ള മുന്നേറ്റത്തിന് കണ്ണിൽ കടിയോ അതേപോലെ തന്നെ നിയന്ത്രണങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളോ അല്ല. അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അവനെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം ചെയ്തുവല്ലോ, കണ്ണ് കാണാഞ്ഞിട്ടും എന്ന മഹത്തായ
ആ ഒരു പ്രതിഫലത്തിലുള്ള ആഗ്രഹവും മത്സരവും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുവെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീൻ അതിവിടെ നിലനിൽക്കുകയും അതിന്റെ ആളുകളായി അതിനെ സംരക്ഷിക്കാൻ, അതിനെ ദഅവത്ത് നടത്താൻ ആരൊക്കെ വിട്ടുമാറിയാലും ഒരു സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയും ചെയ്യുമെന്നത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അതിലെ ഏറ്റവും നല്ല ആളുകളായി പൂർവികരുടെ പാതയിൽ ഒരുമിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ അണിനിരക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മൗലിദ് ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന പോസ്റ്ററുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, മുമ്പൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്ന സദസ്സ് എന്ന രീതിയിൽ ഹുബ്ബുർ റസൂലും മദ്ഹുർ റസൂലും അതേപോലെ തന്നെ ഇഷ്ക റസൂലും ഒക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഈ വർഷത്തെ പോസ്റ്ററിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈദെ റബീഅ്, അഥവാ ഇതൊരു ആഘോഷ ബലിപെരുന്നാൾ പോലെ, അതേപോലെ തന്നെ ചെറുപെരുന്നാൾ പോലെ റബീഉൽ അവൽ പെരുന്നാളായിട്ടാണ് നമ്മുടെ ഈ കേരളക്കരയിലെ ഈ വിഷയത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ച, വിഷയത്തെക്കുറിച്ച് അറിയാത്ത നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട, ഹിദായത്തിന്റെ മാർഗം തെളിഞ്ഞു കാണാത്ത സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് പറയുക എന്ന പേരിലാണ് ഇസ്ലാമിലുള്ള രണ്ട് ആഘോഷത്തിനപ്പുറം മൂന്നാമത്തെ ഒരു ആഘോഷവും അത് ഇസ്ലാമിലെ ഈ രണ്ട് ആഘോഷത്തെക്കാൾ വലിയ ആഘോഷമാണെന്ന് ചില പ്രസിദ്ധീകരണങ്ങളുടെ ഫത്വ കൊടുക്കലുമൊക്കെ ഈ സമൂഹത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. എന്തെങ്കിലും പേരിൽ നമ്മുടെ ദഅവാ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഷ്കിക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, ഈ റബീഉൽ അവൽ മാസത്തിൽ മുന്നോടിയായി ബിദ്അത്ത് നടക്കുമ്പോൾ സഹോദരന്മാരെ ആ രംഗത്ത് സുന്നത്തിന്റെ മാർഗത്തെക്കുറിച്ച്, അതിന്റെ തെളിഞ്ഞ പാതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എഴുത്തിലൂടെ, സംസാരത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്നത് സലഫി സഹോദരങ്ങളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ മദ്ഹ് പറയലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ബിദ്അത്ത് ആചാര പരിപാടി ഇവിടെ നടപ്പിലാവുകയാണ്. അതേപോലെ തന്നെ ആ മദ്ഹ് പറച്ചിലിൽ ശിർക്കിന്റെ വരികളും കടന്നു വരുന്നു. അതുകൊണ്ട് ഇത് ശരിയല്ല, ഇത് മദ്ഹ് പറയലല്ല. യഥാർത്ഥത്തിൽ മദ്ഹ് പറയലിനെ നമ്മൾ എതിർക്കുന്നില്ല. റബീഉൽ അവൽ മാസത്തിൽ മാത്രം പ്രത്യേകമായ ഒരു മദ്ഹ് പറയൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ മുൻഗാമികളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്തിന്റെ പരിപാടിയായി മാറുന്നു. അതോടൊപ്പം ഈ മദ്ഹ് പറയലിൽ ഇന്ന വരികളിൽ ശിർക്കുകൾ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശിർക്കിലൂടെ ഈ മദ്ഹ് എന്ന പേരിൽ പാടി നമ്മൾ ഈ സമൂഹത്തിൽ കൊണ്ടാടുന്ന ഈ ആഘോഷ പരിപാടിയിലൂടെ സഹോദര, നിന്റെ എല്ലാ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജ് കർമ്മവും എല്ലാം ബാത്തിലായി പോകുന്ന മാരകമായ ഏറ്റവും ശക്തമായ തിന്മ ശിർക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന ആ ഒരു ശരിയായ ഈ വലിയ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഏറ്റവും ഹൈറായ പുണ്യകർമ്മത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൂടാ. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംസാരങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വഹാബത്തിന്റെ ദഅവാ രംഗത്തുള്ള മുന്നേറ്റത്തെക്കുറിച്ച്, ആ വിഷയത്തിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മത്സരിച്ച് മുന്നേറിയതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അതേ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റേതായ കഴിവുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തി ഒത്തൊരുമിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് ഈ റബീഉൽ അവൽ മാസത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉടനെ റബീഉൽ ആഖിർ കടന്നു വരികയാണ്. ഇഷ്കെ ജീലാനിയും അതേപോലെ തന്നെ റബീഉൽ ആഖിർ, റബീഉം അതേപോലെ തന്നെ ഈദുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമ്മുടെ സമൂഹത്തിൽ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആചാരങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ദഅവാ മേഖലയിൽ നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കണം, വിടവുകൾ നികത്തണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറണം. പ്രതിഫലം റബ്ബാണ് നൽകുന്നത്. അവിടെ ലോകമാന്യമോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങളോ കടന്നു വരാതെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നാണ് ഈ ആമുഖ സംസാരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരന്മാരെ, അധികരിച്ച് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് മുമ്പായി
ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെ 2 പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കുകയും വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടുന്ന് കിട്ടുന്ന ഇൽമിനെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ദഅവാ പ്രബോധന മേഖലയിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യണമെന്ന് മുഴുവൻ ആദർശ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഈ സംസാരം ശ്രദ്ധിക്കാൻ വേണ്ടി അതേ ദൂരങ്ങളിൽ നിന്നും സമീപവശങ്ങളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരെക്കുറിച്ചും ഈ പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്ന ആദർശത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തിന് ഒന്നാമതായി ഉയർത്തിപ്പിടിക്കാനുള്ളത് പ്രാധാന്യമുള്ളത് ആദർശമാണെന്നും രണ്ടാമതായി ഈ പ്രസ്ഥാനത്തിന്റെ മറ്റു മേഖലകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംഘടനയെയും അതേപോലെ തന്നെ ഇതിന്റെ സ്ഥാപനങ്ങളെയും ഇതിന്റെ പണ്ഡിതന്മാരെയും ആദരിച്ചും ബഹുമാനിച്ചും അതിനെ സമീപിക്കേണ്ടുന്ന രീതിയിൽ സമീപിച്ചും ആദർശത്തിന് കോട്ടം പറ്റുന്ന മറ്റൊരു പ്രേമങ്ങളും ഈ പ്രസ്ഥാനത്തിനില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിന്റെ സംസാരത്തിന് വേണ്ടി ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർക്ക് വേണ്ടി അവസരമൊരുക്കി വെച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ അലിക്കുട്ടി ഹാജി അവർകളാണ്. പ്രസീഡിയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, CN അബ്ദുസമദ് സുല്ലമി, ബഷീർ കള്ളിക്കൽ, ബാദുഷ ബാക്കവി തുടങ്ങിയ പ്രഗത്ഭരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ്. അടുത്തതായി അഹ്ലുസുന്ന പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നിർവഹിക്കാനിരിക്കുന്നത്. പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനായ CN അബ്ദുസമദ് സുല്ലമി അവർകളാണ്. ഏറ്റുവാങ്ങുന്നത് ബാദുഷ ബാക്കവി അവർകളാണ്. ഇരുവരെയും പുസ്തക പ്രകാശന കർമ്മത്തിനു വേണ്ടി ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഫദലുൽ ഹക്ക് ഉമരി ആമയൂർ രചിച്ച ജിന്ന് പിശാച് സിഹ്ർ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന പുസ്തകമാണ്. അതേപ്രകാരം ബഹുമാന്യനായ അമാനി മൗലവിയുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ജിന്ന് വിഷയവുമായി അമാനി മൗലവിക്ക് പറയാനുള്ളത് എന്ന 2 ഗ്രന്ഥങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങൾ പുറത്തുള്ള അഹ്ലുസുന്ന സ്റ്റാളിൽ ലഭ്യമാണ്. അധ്യക്ഷന് വേണ്ടി ഈ സമ്മേളനത്തിലെ ആദ്യത്തെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى
آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിന്റെ നേരിയൊരു അംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തഖീങ്ങളും മുവഹിദുകളുമായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുവാനും നാഥന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇന്റെയും ഔലിയാഇന്റെയും സുദീഖുകളുടെയും ശുഹദാഇന്റെയും സ്വാലിഹികളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം നൽകി സാധുക്കളായ നമ്മെ റഹ്മാനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തെല്ലാം നിയോഗിക്കപ്പെട്ട ധാരാളം വരുന്ന അമ്പിയാക്കൾ, അതിൽ തന്നെ പ്രത്യേകമായി പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട മുർസലുകൾ, ഈ അമ്പിയാഇന്റെയും മുർസലുകളുടെയും ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ആ തൗഹീദിന്റെ ആദർശം ഏറ്റെടുത്തുകൊണ്ട് ശിർക്കും ഖുറാഫാത്തും കൊടികുത്തി വാഴുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഈ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കാനായി തയ്യാറായവരാണല്ലോ മുജാഹിദുകളായ നാമൊക്കെ. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർക്കുക എന്ന മഹാപാപത്തിന്റെ അപകടവും അതിന്റെ ഗൗരവവും എപ്പോഴാണോ മനസ്സിലായത്, ആ നിമിഷം മുതൽ ആ ശിർക്കിനോട് വിട ചൊല്ലി ആ ശിർക്കിനെതിരായ പ്രവർത്തന പ്രചാരണങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിൽ പങ്കുചേർത്താൽ
സ്വർഗം ഹറാമാണെന്നും നരകം നിർബന്ധമാണ് എന്നുമുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ കേട്ടു. അല്ലാഹുവിൽ പങ്കുചേർത്താൽ അതോടുകൂടി കഴിഞ്ഞകാല കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകുമെന്ന സൂറത്തുൽ സുമറിലെ 65-ാമത്തെ വചനവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവൻ അങ്ങേയറ്റം വഴികേടിൽപ്പെട്ടവനാണ് എന്നും വളരെ വിദൂരമായ രൂപത്തിൽ തന്നെ വഴിപിഴച്ചവനാണ് എന്നുമുള്ള സൂറത്തുൻ നിസായിലെ ആയത്തുകളും തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കി. നാഥനിൽ പങ്കുചേർക്കുന്ന മനുഷ്യൻ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആക്ക് പോലും പ്രസക്തിയില്ല, പരിഗണിക്കപ്പെടില്ല എന്നും ശിർക്കോടുകൂടി മരിക്കുന്ന മനുഷ്യന്റെ ജനാസ മുന്നിൽ കൊണ്ടുവച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് മറ്റുള്ളവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചാലും ശരി, ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ ശിർക്കോടുകൂടി മരിച്ചു പോകുക ആളാണെങ്കിൽ ഇവരുടെ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല എന്നും ആ പ്രാർത്ഥന സ്വീകാര്യമല്ല എന്നും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അല്ലാഹുവിൽ പങ്കുചേർത്താൽ നാളെ പാരത്രികമായ ലോകത്ത് പ്രതീക്ഷിക്കാൻ വകയുള്ള ഹബീബായ റസൂലിന്റെ ശഫാഅത്ത്, ആ ശഫാഅത്ത് പോലും ശിർക്ക് ചെയ്ത് മരിച്ചവർക്ക് ലഭ്യമല്ല എന്ന ഹദീസുകളും ശ്രദ്ധയിൽപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്താൽ ഇത്രയും വലിയ അപകടങ്ങൾ വരാനുണ്ട് എന്ന് ബോധ്യമായ ആ നിമിഷം മുതൽ ആ ശിർക്കിനോട് വിട ചൊല്ലി ആ ശിർക്കിന്റെ എല്ലാ വഴികളിൽ നിന്നും ശിർക്കിലേക്ക് എത്തിയേക്കാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിൽ നിന്നെല്ലാം 100% മാറി നിൽക്കാൻ ശ്രമിച്ചവരാണല്ലോ മുജാഹിദുകളായ നമ്മൾ. ആ രംഗത്ത് നമ്മിൽ പലർക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യവും ആർക്കും അറിയാത്തതല്ല. നാടൊഴിവാക്കിയ മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഭാര്യമാരെ പിരിയേണ്ടി വന്നവർ ഈ ഇരിക്കുന്ന സദസ്സിൽ പോലും ഉണ്ടാവാം, മക്കൾ നഷ്ടമായവർ, സമ്പത്തെല്ലാം കൈയൊഴിയേണ്ടി വന്നവർ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ, അതേപോലെ ഭൗതികമായ ഒരുപാട് സൗകര്യങ്ങൾ നഷ്ടമായവർ, എന്തിന്റെ പേരിൽ റഹ്മാനായ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കൂവെന്ന ഇന്നമാ അദ്ഉ റബ്ബി, നിശ്ചയമായും ഞാൻ ദുആ ചെയ്യുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്, എന്റെ നാഥനോട് മാത്രമാണ്.